We carry things which we think are important to spiritual life. നാം കാലങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തിരിക്കുന്ന ചില ധാരണകൾ ക്രിസ്തീയതയെക്കുറിച്ചുള്ളത് നാം ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ പ്രകൃത്യ പല കാര്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ക്രിസ്തീയതയൊക്കെ നിർവചിച്ച് നാം കൊണ്ടുപോവുകയാണ്. But we don't demonstrate the real and powerful Christian life. യഥാർത്ഥവും ശക്തിയേറിയതായിരിക്കുന്ന ക്രിസ്തീയതയെ നാം പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. We think we have the stuff, but we don't have the power. നമുക്കതിൻ്റെ വസ്തുതയുണ്ടെന്ന് നാം കരുതുന്നു, എന്നാൽ അതിൻ്റെ ശക്തി നാം അനുഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. One of the greatest life essentials of the Christian life is faith. വിശ്വാസം. ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അനുപേക്ഷണീയമായിരിക്കുന്ന ഘടകത്തിൽ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഒന്നാണ് വിശ്വാസം. ആകയാൽ എന്തൊക്കെയാണ്? ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദിസ് അബൈഡ്സ്. ഇത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാലോ, when everything that crumbles around, ചുറ്റുമുള്ളത് സകലതും നിബന്ധിക്കപ്പെട്ടാലും ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ കഴിയാത്ത 3 ഘടകങ്ങളുണ്ട്. When faith is lost, everything is lost. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. When hope is lost, പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. And when love is lost, everything is lost. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. So let's come to the life essentials. എല്ലാം പറഞ്ഞ് എല്ലാം സമാഹരിച്ച് എല്ലാം കൊണ്ടുവന്ന ശേഷം ഇതിൽ ഏറ്റവും കാർഡിനൽ ആയിരിക്കുന്ന ഏറ്റവും അതിപ്രധാന ഘടകങ്ങളായി നമ്മുടെ അന്തസ്സത്തയിൽ ആത്മാവിൽ സൂക്ഷിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിശ്വാസം. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ഇറ്റ്സ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ആ സ്ഥാനത്തേക്ക് ബ്രിങ് അതർ തിങ്സ്. മറ്റനേക കാര്യങ്ങൾ ആൾ കൊണ്ടുവരികയാണ്. ഞാൻ പാടാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, ഞാൻ ശുശ്രൂഷിക്കാറുണ്ട്, സുവിശേഷം അറിയിക്കാറുണ്ട്. ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് പീപ്പിൾ റിമെയിൻ വീക്ക് ആൻഡ് സൂപ്പർഫിഷ്യൽ. ആളുകൾ ബലഹീനരും ഉപരിപ്ലവതയുള്ളവരുമായിരിക്കുന്നു. There are cardinal factors gone into the pith of your spirit. നിങ്ങളുടെ ആത്മാവിൻ്റെ അന്തർഘടനയിൽ പ്രബലമായി നിൽക്കേണ്ട ശക്തിയേറിയിരിക്കുന്ന ഒരു കാര്യം, faith, without which you cannot please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. Come on. പിന്നെ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? Add everything. I tell you, please wait. Now you face the fact of faith. വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ദൈവമക്കളെ നിങ്ങൾ അഭിമുഖീകരിക്കുക. ആ വിശ്വാസത്തെക്കുറിച്ചാണ് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായർ 11:2 പറഞ്ഞിരിക്കുന്നത്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. Men of old, godly men of old, പഴയ കാലഘട്ടങ്ങളിലെ ദൈവഭക്തന്മാർ ദൈവത്തിന്റെ അപ്രൂവൽ, God's stamp upon them, ദൈവത്തിന്റെ അംഗീകാര മുദ്ര ഭക്തന്മാർ പ്രാപിച്ചത് by faith, വിശ്വാസത്താൽ. Amen. പല വിധത്തിലുള്ള ടീച്ചിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, പഠനത്തിൻ്റെ ഘടനകളുണ്ട്. സഭയുടെ ടീച്ചിങ്ങിനകത്ത് നിൽക്കുന്നവരുണ്ട്, ശിഷ്യത്വത്തിൻ്റെ ടീച്ചിങ്ങിനകത്ത് നിൽക്കുന്നവരുണ്ട്, വരങ്ങളുടെ ടീച്ചിങ്ങിനകത്ത് നിൽക്കുന്നുണ്ട്, പലവിധ ഘടനയ്ക്കകത്ത് ആളുകൾ നിൽക്കുന്നവരുണ്ട്.
എല്ലാ ഘടനയ്ക്കകത്തും പ്രധാനമായിട്ട് ലിവിങ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള ജീവിതമെന്ന അടിസ്ഥാന ഘടനയിലേക്ക് നാം വരുമ്പോൾ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുള്ളൂ. ആമേൻ. ഇറ്റ്സ് നോട്ട് ദ തിങ് വി ഡു. നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദ ഫെയ്ത്ത് ബിഹൈൻഡ് ദോസ് തിങ്സ് വി ഡു. നാം ചെയ്യുന്ന കാര്യങ്ങളുടെ പിമ്പിലുള്ള വിശ്വാസം. ആമേൻ. ഫെയ്ത്ത് ഈസ് ഗോഡ് വേർഡ്. ദൈവോന്മുഖമാണ് വിശ്വാസം. ദൈവോന്മുഖമാണ് വിശ്വാസം. പല കാര്യങ്ങളും നമ്മുടെ ഭക്തി മനുഷ്യോന്മുഖമാണ്. നാം അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ പരിചയങ്ങളാണ്, പ്രവൃത്തികളാണ്, പതിവുകളാണ് ദൈവോന്മുഖമായി നമ്മുടെ ജീവിതത്തെ തീർക്കുന്ന സുപ്രധാനമായിരിക്കുന്ന ഒരു ഘടകം വിശ്വാസം. ആളുകൾ പലപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവോന്മുഖമായിരിക്കുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. വിശ്വാസം കൊണ്ട് എന്തെല്ലാം കിട്ടും എന്നുള്ളൊരു നിലയിലേക്ക് വിശ്വാസത്തിൻ്റെ നിർവചനം അധപ്പതിച്ചിട്ടുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് 6-ാം വാക്യത്തിൽ പറയുമ്പോൾ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ ഇറ്റ്സ് ഇംപോസിബിൾ. അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവത്തിന്റെ അടുക്കൽ വരാനായിട്ട് എന്തു വേണം? പലരും വീണ് കിടക്കാം. പലരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും അങ്ങ് വഴിപൊട്ടി നിൽക്കാം. ഞാൻ ഒരുപാടൊക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാവുന്നെല്ലാം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നില്ല. ഉപദേശങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോരാ, കൂട്ടായ്മയുടെ അടുത്തേക്ക് വന്നാൽ പോരാ, മാറി മാറി പ്രസംഗങ്ങൾ കേട്ട് നടന്നാൽ പോരാ. യു നീഡ് ടു എക്സസൈസ് യുവർസെൽഫ് ടു കം ടു ഗോഡ്. ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് നമ്മുടെ അന്തരംഗത്തിൽ അഭ്യസനം ഉണ്ടായിരിക്കണം. ആമേൻ. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചോളം മറ്റാർക്കും തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു തുറവി, ദൈവസന്നിധിയിലേക്കുള്ളൊരു തുറവി, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന മനസ്സും നടപ്പുകളും, ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നമുക്കറിയാം എല്ലാവരും ദൈവവിശ്വാസികളാണെന്നറിയാം. എല്ലാവരും ദൈവവിശ്വാസികൾ. ഞാൻ ദൈവവിശ്വാസിയാണ്. പിന്നെ എന്നെ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ തലകുനിച്ച് നടക്കുന്നു. ദൈവവിശ്വാസി ആരാ? നമുക്ക് ദൈവം അല്ലാതെ ആരാ ഉള്ളത്? കുഞ്ഞ്, ഇതല്ല ദൈവവിശ്വാസം. The man of faith is a man of strength, the man of confidence, the man of power, the man of destination. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ശക്തിയുള്ളവനാണ്, ദിശാബോധമുള്ളവനാണ്, ലക്ഷ്യമുള്ളവനാണ്, ആത്മവിശ്വാസമുള്ളവനാണ്, ആത്മധൈര്യമുള്ളവനാണ്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന്. പലപ്പോഴും ഈ പണ്ടത്തെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുണ്ട്. നിങ്ങളൊക്കെ പല ടൂറിനൊക്കെ പോകുമ്പോൾ മൈസൂർ രാജാവിൻ്റെ കൊട്ടാരം, പണ്ട് മുംതാസ് മഹലിനെ അടക്കി എന്ന് പറയുന്ന താജ്മഹൽ, ഇങ്ങനെ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്. ആ കൊട്ടാരങ്ങളുടെയൊക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ കൊട്ടാരം ഇന്ന് വെറും കെട്ടിടമാണ്. കാരണം ദ കിങ് ഈസ് നോട്ട് ദേർ. രാജാവ് അവിടെ ഇല്ല. അത് കൊട്ടാരമല്ല, പഴയ ഒരു കൊട്ടാരം, ഇന്നത്തെ കെട്ടിടം മാത്രമാണ്. ദ പാലസ് ഈസ് എ mere building today. അന്നത്തെ കൊട്ടാരം ഇന്നത്തെ ഒരു കെട്ടിടം മാത്രമാണ്. രാജാവ് അവിടെ ഇല്ല. ഇതുപോലെയാണ് ഭക്തിയിൽ ആളുകൾ ദൈവിക കാര്യങ്ങളിലായിരിക്കുന്നത്. ആളുകൾ ദൈവിക കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടായിരിക്കുന്നു. ആളുകൾ കൊട്ടാരത്തിലേക്ക് വരുന്ന, സഭയിൽ പോവുക, ആരാധിക്കാൻ പോവുക, ഒരുപാട് കാര്യങ്ങൾ, എവറിത്തിങ് ഡു വിത്ത് ദ ബിൽഡിംഗ്.
ആ സ്ട്രക്ചർ, ആ ഘടനയോടാണ് ആളുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. നോട്ട് ദ പേഴ്സൺ വിത്തിൻ ദ സ്ട്രക്ചർ. ആ ഘടനയ്ക്കകത്ത് ഉള്ള വ്യക്തിയോടല്ല ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. നാം എന്താ വായിച്ചത്? ഒന്നുകൂടെ വായിക്കാം അത്. യെസ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. That makes all the difference in your life. It's not enough you come to the structure of divine things. ദൈവിക കാര്യങ്ങളുടെ ഘടനയ്ക്ക് ചുറ്റും വന്നിട്ട് കാര്യമില്ല. It's not enough to hear God's word. ദൈവവചനം കേട്ടാലും പോരാ. It's not enough to have all spiritual routines. ആത്മീയ പതിവുകൾ നിവർത്തിച്ചു കൊണ്ടുപോയാൽ പോരാ. It's not enough to come for regular meetings. സാധാരണ കൂടിവരവുകൾക്കെല്ലാം പങ്കെടുത്താൽ പോരാ. Unless you come to God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവം ഉണ്ട് എന്നും. God is there. ദൈവം ഉണ്ട്. It makes all the difference. Not come to a structure, to a doctrine, not a routine. ഞാനൊരു പതിവിലേക്കും ഒരു ഘടനയിലേക്കും കുറെ ആളുകളുടെ നടുവിലേക്കും ഒരു വിശ്വാസത്തിലേക്കുമല്ല വന്നിരിക്കുന്നു. I have come to God. ദൈവത്തിന്റെ അടുത്തേക്ക്. ദൈവം ഉണ്ട് എന്നും, ദൈവം ഉണ്ട് എന്നും, ദൈവം ഉണ്ട് എന്നും. That what a difference it makes. ദൈവം ഉണ്ട് എന്നും. And he who seeks diligently, ആ ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ. Amen. Faith doesn't stop there. It's a precious gift of God in our spirit. വിശ്വാസം ദൈവം നമ്മുടെ ആത്മാവിൽ നിക്ഷേപിച്ച അതിമഹത്തായിരിക്കുന്ന ഒരു ദാനമാണ്, വിലപ്പെട്ട ഒരു ദാനമാണ്. It is precious. അതേറ്റവും വിലപ്പെട്ടതാണ്. But faith doesn't stop there. ആ ദാനത്തെ പൊതിഞ്ഞ് സേഫിൽ വെച്ചാൽ പോരാ. Amen. Take that gift. Value that gift. ആ വിലപ്പെട്ട ദാനത്തെ വിലമതിക്കുക. Make your life Godward. ദൈവോന്മുഖമായി ആ വലിയേറിയ വിശ്വാസ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തെ ദൈവോന്മുഖമായി തിരിക്കുക. And know by faith your God lives. വിശ്വാസത്താൽ നീ അറിയണം നിന്റെ ദൈവം ജീവിക്കുന്നുണ്ടെന്നുള്ളത്. പോരാ. If my God is alive, I shouldn't be ignoring or setting it aside. ആ ദൈവത്തെ, ജീവിക്കുന്ന ദൈവം ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ആ ദൈവത്തെ മറികടന്നുകൂടാ. രണ്ടാം സ്ഥാനം കൊടുത്താൽ പോരാ. ദൈവത്തെ ഒരു നല്ല കസേരയിൽ ഇരുത്തിയിട്ട് no, nothing. Seek him diligently. ജാഗ്രതയോടെ അന്വേഷിക്കണം. As important than all, സകലത്തിനേക്കാളും പ്രാധാന്യമുള്ളതായി ആ ദൈവത്തെ അന്വേഷിക്കണം. Amen. Amen. The gift of faith in you, നിങ്ങളുള്ള വിശ്വാസത്തിൻ്റെ ആ ദാനം ദൈവോന്മുഖമായി നിങ്ങളുടെ ജീവിതത്തെ തീർക്കുന്തോറും ആ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് തുടങ്ങും. ആ ദൈവത്തെ ജാഗ്രതയോടെ നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്തോറും ഈ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും പ്രബലപ്പെടുകയും ചെയ്യും. Amen. Faith is an irrevocable commitment to Christ. വിശ്വാസം, ദാനമായി നമുക്ക് ലഭിച്ച വിശ്വാസം എവിടം വരെ വരണം? ക്രിസ്തുവിനോടുള്ള എനിക്ക് തിരിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പ്രതിബദ്ധതയായി തീരണം. United with Christ, given to Christ, committed to Christ. യേശു ക്രിസ്തുവിനോട്
ഒന്നായി തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന് ഉള്ളവനായി തീർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയം തിരിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. I in me, he in me, I am in him. അവൻ എന്നിലും ഞാൻ അവനിലുമാണ്. തിരിച്ചെടുക്കുവാൻ കഴിയാത്ത മഹത്തായ ഒരു പ്രതിബദ്ധതയായിട്ട് വളരുകയാണ്. ഹല്ലേലൂയ. പലരും പറയും എനിക്ക് അത്രയും വിശ്വാസമില്ല. നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ സ്റ്റോപ്പ് ഓൾ ദാറ്റ്. അതൊക്കെ നിർത്ത. ഈ ഒഴിവൊഴിവൊക്കെ നിർത്ത. ഈസ് യുവർ ലൈഫ് ഗോഡ് വേർഡ്? നിങ്ങളുടെ ജീവിതം ദൈവോന്മുഖമാക്കിയിട്ടുണ്ടോ? ആർ യു diligently seeking him? നിങ്ങൾ അവനെ ഹൃദയപൂർവം, ബോധപൂർവം, നിർബന്ധപൂർവം, എല്ലാറ്റുപരിയായി നിന്റെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. God matters to me. ദൈവമാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. ജീവിത സാഹചര്യത്തിൽ നിങ്ങളിത് പറയുമോ? God matters to me. ദൈവമാണ് എനിക്ക് ഏറ്റവും വിഷയീഭവിക്കുന്നത്. ഈ ബന്ധത്തിൽ God matters to me. ഈ ബന്ധത്തിൽ ദൈവമാണ് എനിക്ക് ഏറ്റവും വിഷയീഭവിക്കുന്നത്. Hallelujah. The man of faith is strengthened more and more in his faith in God. വിശ്വാസ മനുഷ്യൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടുതൽ സുദൃഢനായിക്കൊണ്ടിരിക്കുകയാണ്. Amen. Amen. അതവിടെ തീരത്തില്ല, അതവിടെ അവസാനിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ നിലയിൽ നിങ്ങളുടെ ദൈവത്തിന് നൽകേണ്ട പ്രാധാന്യം, അർപ്പണം, ബഹുമാനം, ആദരവ് നിങ്ങൾ നൽകും തോറും ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ അറിയും. He is a rewarder of those who diligently seek him. തന്നെ ഭക്തിപൂർവം ജാഗ്രതയോടെ അന്വേഷിക്കുന്ന ഏവർക്കും അവൻ പ്രതിഫലം നൽകുന്നവനാണ്. My God is a God who waits to give. നൽകുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. നൽകണമേ, തരണമേ. ഒരുപാട് മേമേ പ്രാർത്ഥനയിലല്ല അതിൻ്റെ മറുപടി വരുന്നത്. Your God is a rewarder. നിന്റെ ദൈവം പ്രതിഫലങ്ങളുടെ ദൈവമാണ്. ആർക്ക്? To the one who diligently seek his God. തൻ്റെ ദൈവത്തെ ഭയഭക്തിയോടെ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന ഏവർക്കും God stands by his word. തൻ്റെ വചനത്തിൻ്റെ പക്ഷത്ത് ദൈവം നിൽക്കുന്നവനാണ്. Amen. God wants people in this land to prove his faithfulness. ദൈവത്തിൻ്റെ വിശ്വസതയെ പ്രദർശിപ്പിക്കുവാൻ, പ്രകടിപ്പിക്കുവാൻ ഈ രാജ്യത്ത് ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഇറങ്ങിത്തിരിച്ചു അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടുമല്ല പെട്ടുപോയി എന്ന് പറഞ്ഞാൽ നോ. God wants people to demonstrate his name. അവരുടെ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. തൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവത്തിന് ഏത് തലമുറയിലും ചിലരെ ആവശ്യമുണ്ട്. Amen. That is Hebrews 11. എബ്രായലേഖനം 11-ാം അധ്യായം അതാണ്. അതിനാലല്ലോ പൂർവന്മാർക്ക് അപ്രൂവൽ ഉണ്ടായത്, അംഗീകാരമുണ്ടായത്. ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ നാവായിട്ട് നീ തീരുക എന്നുള്ളത്, നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ സമൃദ്ധിയുടെ പ്രവൃത്തി പ്രദർശനമുണ്ടാകുക എന്നുള്ളത്, നമ്മെ ആക്കിയിരിക്കുന്ന തലമുറയുടെ നടുവിൽ സത്യപ്രകാശമായി നാം ശോഭിക്കുക എന്നുള്ളത്, where I am placed, I am a blessing. ഞാൻ ആക്കപ്പെട്ടിരിക്കുന്നത് ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടായിരിക്കുന്നു എന്നുള്ളത്. Everywhere God wants to demonstrate his reward through you. തൻ്റെ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുവാൻ ദൈവം തനിക്കായി ആളുകളെ അന്വേഷിക്കുന്നു. നോ ഷോർട്ട് കട്ട് ബ്രദർ. ഇതൊരു എളുപ്പ വഴിയൊന്നുമില്ല. Do away with all schemes. ഇതിനകത്ത് വരാവുന്ന സകലവിധമായിരിക്കുന്ന സ്കീംസും പദ്ധതികളും നമുക്ക് കളയാം. Let us look unto God.
ദൈവത്തെ നോക്കിയ ശേഷം പറയാം, ലോർഡ് ഐ സീക്ക് യു ഡിലിജന്റ്ലി. അങ്ങേ ഞാൻ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു. ഐ വാണ്ട് ദ റിവാർഡ് ഓഫ് യുവർ കോളിംഗ്. അവിടുന്ന് എന്നെ എന്തിനു വിളിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലമായി എൻ്റെ ജീവിതം തെളിയിക്കപ്പെടണം. ഹല്ലേലൂയ. എന്നിട്ടാണ് ഭക്തന്മാരുടെ ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്ന ചില പേരുകളുണ്ട്. പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ, കർത്താവിനെ സേവിച്ചവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് എബ്രായലേഖനം 11-ാം അധ്യായത്തിലില്ല. ഇറ്റ് ഈസ് നോട്ട് എക്സോസ്റ്റീവ്. എല്ലാവരുടെയും പേരുകൾ അതിനകത്തില്ല. എൻ്റെ പേരും അവിടെ ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ഇന്നെനിക്കൊരു കാര്യം അറിയാം. ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിച്ച് അവൻ്റെ വഴികളിൽ അവൻ്റെ നാമത്തിൽ ഞാൻ നടക്കുമ്പോൾ, എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ എൻ്റെ പേരും ഉണ്ട്. അത് ഇന്നാരും വായിക്കത്തില്ല. വായിക്കുന്ന ഒരു നാളുണ്ട്. Everyone who seeks the Lord diligently, ജാഗ്രതയോടെ ഏതൊരുവൻ കർത്താവിനെ അന്വേഷിക്കുമോ, തൻ്റെ ജീവിതവും അതാത് തലമുറയിൽ പരിശുദ്ധാത്മാവ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. Amen. By faith, വിശ്വാസത്താൽ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. അതിൻ്റെ ലക്ഷണമില്ല, എങ്ങനെയെന്നറിയത്തില്ല. തിങ്സ് അൺസീൻ, കാണാത്തവയെക്കുറിച്ച്. നോഹയുടെ കാലഘട്ടം വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല എന്നാണ് വേദശാസ്ത്രന്മാർ പറയുന്നത്. There was no rain. അപ്പൊ നോഹ എന്ന് പറയുക, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോവുകയാണ്, മഴ പെയ്യാൻ പോവുകയാണ്. I will continue to speak it because my God told that to me. എൻ്റെ ദൈവം എന്നോടത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. തീർന്നില്ല, ഞാൻ പറയുക മാത്രമല്ല, I will prepare myself. ഞാൻ ആ സമയത്തിന് വേണ്ടി ഒരുക്കും. പെട്ടകം. എല്ലാവരും അന്നത്തെ കാര്യം നോക്കുക, അന്നേരത്തെ കാര്യം നോക്കുക, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കുക, ചുറ്റും എങ്ങനെ കാര്യങ്ങൾ സുദൃഢമാക്കാമെന്ന് നോക്കുക. വെള്ളം പൊങ്ങിയാലും 2ാമത്തെ നിലയെങ്കിലും പറ്റണം, അതിലും പൊക്കിയാൽ 3ാമത്തെ നിലയെങ്കിലും പറ്റണം. പീപ്പിൾ മേക്ക് their life more secure. കൂടുതൽ സുരക്ഷത്തെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നോഹ has a different plan and program. നോഹയ്ക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പരിപാടി, ഒരു പദ്ധതിയിലാണ്. What is that? അതെന്താണ്? I have not seen it. ഞാനത് കണ്ടിട്ടില്ല. But God told me. ദൈവം എന്നോട് പറഞ്ഞു. I'm sure I'm going to see that. ഞാനത് കാണുമെന്നുള്ളത് ഉറപ്പാണ്. Amen. Amen. കാഴ്ചകളുടെ ലോകത്തിൽ, ചുറ്റും നമ്മളുടെ പല ധാരണകളുടെ ലോകത്തിൽ, യുക്തിയുടെ ലോകത്തിൽ, പൊതുവെ സത്യമെന്ന ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്തുതകളുടെ ലോകത്തിൽ, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ നൽകിയത് കാണാത്ത കാര്യങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കാണാത്ത കാര്യങ്ങളെ കണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ചുവടുകൾ വെക്കുവാനായിട്ടാണ്, ജീവിതത്തെ തിട്ടപ്പെടുത്തുവാനായിട്ടാണ്, മുമ്പോട്ടും നടക്കുവാൻ വേണ്ടിയിട്ടാണ്. God said I go. ദൈവം പറഞ്ഞു ഞാൻ പോകുന്നു, ദൈവം പറഞ്ഞു ഞാൻ ചെയ്യുന്നു, ദൈവം പറഞ്ഞു ഞാൻ ഇതിനെ വിലമതിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്രേ നാം നടക്കുന്നു. Amen. God needs people who will reckon on God. ദൈവത്തെ എണ്ണുന്നവരെ ദൈവത്തിന് വേണം. നമുക്കറിയാമല്ലോ, പലരും പലത് പറഞ്ഞേച്ച് സമയമായപ്പം ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല, ശരിക്കും ഞാനത് പറഞ്ഞാണോ, എന്നാൽ നിങ്ങൾക്ക് കേട്ടത് തെറ്റിയതായിരിക്കും. മൈ ഗോഡ് വിൽ നോട്ട് സേ ദാറ്റ്. എൻ്റെ ദൈവം അത് പറയത്തില്ല. എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണ്. മൈ ഗോഡ് സ്റ്റാൻഡ്സ് ബൈ ഹിസ് വേർഡ്. റെക്കൺ ഓൺ ഹിം. അവനെ എണ്ണുക, അവൻ്റെ വചനത്തിൻ്റെ പക്ഷത്ത് അവൻ നിൽക്കും. ആമേൻ. ബിലീവിങ് ഗോഡ്. ദൈവത്തെ അവൻ്റെ വാഗ്ദത്തങ്ങൾക്കായി വിശ്വസിക്കുക. ദൈവത്തെ അവൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ചുവടുകൾ വെക്കുമ്പോൾ ഐ വിൽ നോട്ട് ബി അഷെയിംഡ്. ഞാൻ ലജ്ജിച്ചു പോകുകയില്ലെന്ന് എനിക്കറിയാം. കാഴ്ചകളുടെ ലോകവും വിശ്വാസത്തിന്റെ ലോകവും തമ്മിൽ എപ്പോഴും ഒരു വൈരുദ്ധ്യമുണ്ട്. നമുക്കെപ്പോഴും അപ്പീൽ ചെയ്യുന്നത് കാഴ്ചകളുടെ വസ്തുതകളാണ്.
യുക്തിസഹജമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മൾ കാര്യങ്ങളെ വിധിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഘടന. ദൈവമക്കളെ, ഭൗതികൻ അങ്ങനെ ജീവിക്കുന്നത് തെറ്റില്ല. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ് ഫോർ ഹിം. പൂർണ്ണമായും ഭൗതികനെ സംബന്ധിച്ചോളം അത് ശരിയാണ്. അതിവിശുദ്ധ വിശ്വാസം, പ്രഷ്യസ് വിലയേറിയ വിശ്വാസം ആത്മാവിൽ പ്രാപിച്ചവരെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പിലും തിരിവിലും നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തുന്ന നടുവിലെല്ലാം നിൽക്കുമ്പോൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്, കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. You don't see everything together. അത് മുഴുവൻ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. But stay by God. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. ദൈവം പറഞ്ഞ വഴിയെ പോകുക. ദൈവം പറഞ്ഞത് ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് കോൺസിക്വൻസ്, പ്രത്യാഘാതം. I tell you, there is no greater consequence than God himself. ദൈവത്തെക്കാളും വലിയൊരു പ്രത്യാഘാതമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വലിയ പ്രത്യാഘാതം, പർവ്വതം പോലുള്ള പ്രത്യാഘാതം. I tell you, there is no greater consequence than God himself. ദൈവത്തെക്കാളും വലിയൊരു പ്രത്യാഘാതമില്ല. മൈ ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ എവ്രി കോൺസിക്വൻസ്. സകല പ്രത്യാഘാതങ്ങളുടെയും അപ്പുറത്താണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു, എൻ്റെ വാക്കുകളിൽ ഞാൻ നടക്കുന്നു, കാണുന്ന കാര്യങ്ങളെ അപ്പുറത്തേക്ക് പോകുന്നു. എൻ്റെ ദൈവം താൻ പറഞ്ഞ വചനത്തിന് ഒത്തവണ്ണം പ്രതിഫലം നൽകുന്നവനാണ്. ആമേൻ. അബ്രഹാം തൻ്റെ മകനുമായിട്ട് നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇസ്ഹായിക്ക് വയ്ക്കുക, അപ്പ വിറകുണ്ട്, തീയുണ്ട്. എന്ത് യാഗമൃഗം എവിടെ? യാഗമൃഗം? അബ്രഹാം no, he was very sure. അബ്രഹാം ഒരു കാര്യവും ഉറപ്പായിട്ട് പറഞ്ഞു. You know where we are going? നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? അവൻ്റെ അകത്ത് പറഞ്ഞു, God told me to go. പോകുവാൻ ദൈവം എന്നോട് പറഞ്ഞു. ഇപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? വിറകുണ്ട്, തീയുണ്ട്. ദൈവം എന്നോട് പറഞ്ഞത് നീ വിലമതിക്കുന്നതിനെ കൊണ്ടുപോയി അർപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ എനിക്ക് ഏറ്റവും വിലയുള്ളതിനെ നൽകുമ്പോൾ അതിലും വിലയുള്ളതിനെ ദൈവം എനിക്ക് തരുമെന്ന് എനിക്കറിയാം. I will not be loser in following my God. എൻ്റെ ദൈവത്തെ പിൻപറ്റുന്നത് വഴി ഞാനൊരു നഷ്ടക്കച്ചവടം ചെയ്യത്തില്ല. എൻ്റെ ദൈവത്തെ പിൻപറ്റുക വഴി ഞാനൊരു നഷ്ടക്കാരനാകത്തില്ല. കർത്താവിൻ്റെ സേവയിൽ ഞാൻ കൂടുതൽ അനുഗ്രഹീതനായി തീർന്നുകൊണ്ടിരിക്കും. ആ ഉറപ്പിൽ നിന്ന് അബ്രഹാം പറഞ്ഞു, ഇപ്പം മോനെ എല്ലാം നിന്നോട് പറയാൻ പറ്റത്തില്ല. The real sacrifice is you. യഥാർത്ഥ യാഗം നീ തന്നെയാണ്. But my God is a good God even to work miracles in that situation. ആ സാഹചര്യത്തിലും എനിക്കറിയത്തില്ല എങ്ങനെയാണ്, പക്ഷേ ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി 22:14 നോക്കാം. ഉൽപ്പത്തി 22:14 വരുമ്പോൾ നാം അവിടെ കാണുന്നത്, ഒടുവിൽ വന്നപ്പോൾ അബ്രഹാം യാഗത്തിൻ്റെ ആ അവസാന സ്റ്റേജിൽ അബ്രഹാമിനെ ദൈവം പിന്തിരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആ വാക്യം ഒന്ന് വായിക്കാം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും. അബ്രഹാം അവിടെ ഒരു പേരിട്ടു, യഹോവ കരുതിക്കൊള്ളും. ഇത് മൊറിയായിലേക്ക് മകനുമായിട്ട് നടക്കുമ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. മകനോട് God will provide for him. ദൈവത്തിനുള്ള യാഗം ദൈവം തന്നെ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ പോയത് 8-ാം വാക്യത്തിൽ. ഒടുവിൽ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ച് ആ സ്ഥലത്തിനത് പേരിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പുറകോട്ട് നോക്കി ഇങ്ങനെയുള്ള എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ? Thank God, I remember
how wonderfully you worked there when I honored your name. അവിടുത്തെ നാമത്തെ ഞാൻ ബഹുമാനിച്ച് വിലമതിച്ചെടുത്ത തീരുമാനത്തിൽ അവിടുന്ന് പ്രതിഫലം നൽകിയ യഹോവ ഇരകൾക്കായി സ്തോത്രം. ആമേൻ, ആമേൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് പുറകോട്ട് അങ്ങനെ അനേക മെമ്മോറിയൽസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള ഒരു മാർഗത്തിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. When the temptation come, പ്രലോഭനങ്ങൾ വരാൻ നേരം, it's not God now. Let us be reasonable. ഇപ്പോൾ ദൈവമല്ല, കുറച്ചുകൂടെ എൻ്റെ യുക്തി ഉപയോഗിക്കട്ടെ. പിന്നെ കുറെ പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ പോയി 2 മാസം കഴിയും, it's not God now. This is more reasonable. ഇപ്പോൾ ദൈവമല്ല, ഇതാ കുറച്ചുകൂടെ യുക്തിസഹജം. കാര്യത്തോട് വരുമ്പോൾ യുക്തിസഹജം. കൈ ഉയർത്തി സ്തോത്രം ചെയ്യുമ്പം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, no man, you will not advance in this path. ഈ മാർഗത്തിൽ പോകത്തില്ല. Your God can give you memorials through life. നിങ്ങളുടെ ജീവിതത്തിന് അനേക ഓർമ്മകൾ ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയും. Take it from me. എന്നിൽ നിന്ന് സ്വീകരിക്കുക. I stand here with lot of memorials behind me. എൻ്റെ പുറകിൽ അനേക സ്മാരകങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. You serve a God who can be counted. വിശ്വസിക്കാൻ നിനക്ക് പറ്റുന്നൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ മെമ്മോറിയൽ എന്ന് മാത്രമല്ല, ഇന്ന് അബ്രഹാമിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അബ്രഹാമിൻ്റെ ജീവിതം തലമുറകളായി അനേകർക്കൊരു മെമ്മോറിയൽ, സ്മാരകമായി തീർന്നു, ഒരു ചരിത്രമായി തീർന്നു, ഒരു പ്രബോധനമായി തീർന്നു. എനിക്കും അതങ്ങനായി തീർന്നു. വിശ്വാസം നടപ്പിൽ യു ഗോ അപ്വേർഡ്സ്. നിങ്ങൾ മുകളിലേക്ക് അപ്പൊക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ദൈവത്തിൻ്റെ നാമദേവത്വം നിങ്ങൾ അനുസരണയുടെ ചുവടുകൾ എടുക്കുമ്പോഴൊക്കെയും the steps of obedience at each turn, ഓരോ തിരിച്ചിലും അനുസരണയുടെ ചുവടുകൾ എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന വിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആ അനുസരണയുടെ ചുവടുകളിൽ കൂടി നിങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും നിങ്ങളും ഭക്ഷിക്കുന്നു. നിങ്ങൾക്കും നിറവായിട്ടുണ്ട്, ആവശ്യത്തിനുണ്ട്. മാത്രമല്ല മറ്റനേകർക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസത്തിൽ സമർപ്പിച്ചത് ആയിരങ്ങൾക്ക് ലഭ്യമാകും. സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങൾ, ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ God can bless. ദൈവനെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുവാനായിട്ട് കഴിയും. നോട്ട് ബൈ സൈറ്റ്, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം, അപ്രൂവൽ കിട്ടിയത്. നിങ്ങളെ ദൈവം വിളിച്ചു, ഈ തലമുറയിലാക്കി, ദൈവമക്കളുടെ നടുവിലായി. നിങ്ങളുടെ സാക്ഷ്യം, ഗോഡ്സ് അപ്രൂവൽ ഓവർ യു, നിങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം മറ്റനേകരുടെ വിശ്വാസത്തിന് കാരണമായി തീരണം. നിങ്ങളുടെ ജീവിതം ഒരു കാരണവശാലും ദൈവനാമത്തിന് അപമാനം കൊണ്ടിരുന്നതല്ല, തുച്ഛീകരിക്കപ്പെടുന്നതല്ല, ഈ മാർഗത്തിൻ്റെ ശക്തിയെ കെടുത്തുന്നതല്ല. നോ, മറിച്ച് let my life bring glory to God. എൻ്റെ ജീവിതം ദൈവത്തിന് മഹത്വം കൊണ്ടുവരുമാറാകട്ടെ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യതിവിശുദ്ധ വിശ്വാസത്തിനായി സ്തോത്രം. ഈ വലിയ ദാനം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇറിവോക്കബിൾ കമ്മിറ്റ്മെന്റ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് തിരിച്ചെടുക്കുവാൻ കഴിയാത്തൊരു പ്രതിബദ്ധതയിലേക്ക് അതിനെ നടത്തുന്നു, കൊണ്ടുവന്നിരിക്കുന്നു. And in the steps of obedience, അനുസരണയുടെ നടപ്പിൽ ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആമേൻ. കാണുന്ന കാര്യങ്ങളാലല്ല, കാണാത്ത വഴിയിൽ വിശ്വാസങ്ങൾ നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയും
അവൻ്റെ വഴികളെയും ഞാൻ കാണുകയും പഠിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ അനേക ഓർമ്മകൾ ഈ നടപ്പിൽ കർത്താവ് നൽകും. വിശ്വസിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പിന്നെയും അധികം നാമത്തെ പിൻഗമിക്കുവാനുമായിട്ടുള്ള ഉറപ്പും വിശ്വാസമായി God will grant me many memorials behind me. എൻ്റെ ജീവിതത്തിൻ്റെ പിൻപിൽ അനേക ഓർമ്മകൾ നൽകും. And my life will become a memorial. എൻ്റെ ജീവിതം ഒരു വലിയ അത്ഭുത കഥയായി എൻ്റെ സഭയിൽ തീരും, എൻ്റെ തലമുറയിൽ തീരും. കർത്താവിൻ്റെ നാമത്തെ എൻ്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തണം. ഈ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കാം, ദൈവസന്നിധിയിൽ ബന്ധിപ്പിക്കാം, ദൈവത്തോട് നമുക്ക് കൃപ ചോദിക്കാം. ആ ബോധത്തിലും ബോധ്യത്തിലും ദൈവവചനത്തിൻ്റെ ഈ പ്രകാശത്തിൽ ജീവിക്കുവാൻ നമുക്ക് തുറവ് ലഭിക്കണം, ദൈവകൃപ ലഭിക്കണം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നാഥ, ഈ അതിവിശുദ്ധ വിളിക്ക്, ആ വിളിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മാർഗത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതിമഹത്തായിരിക്കുന്ന ജീവിതത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ആത്മാവിൽ നൽകി തന്നു, തുടർച്ചയായും നൽകണം. അതേ കർത്താവെ, ഭക്തന്മാർ ജീവിച്ച അതിമഹത്തായിരിക്കുന്ന ജീവിതം, അവരങ്ങേ കേട്ട് അവിടുത്തെ ഇഷ്ടം ചെയ്ത് പ്രസാദിപ്പിച്ചതായിട്ടുള്ള അതിമഹത്തായിരിക്കുന്ന ജീവിതം, ആ ജീവിതത്തിൻ്റെ അതേ മഹത്തായിരിക്കുന്ന ആ ചലനങ്ങളിൽ, കാൽപ്പാടുകളിൽ ഞങ്ങളങ്ങേ അറിഞ്ഞ് അങ്ങേ ആരാധിച്ച് ഞങ്ങൾ സേവിക്കട്ടെ. അതിനായിട്ടുള്ള എല്ലാവിധമായിരിക്കുന്ന ദൈവകൃപ കൊണ്ടും, പ്രത്യേകിച്ച് ഞങ്ങൾ കടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതിയിൽ അതിജീവിച്ച് മുന്നേറുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിനും ദൈവമഹത്വത്തിനായും ഞങ്ങളെ സഹായിക്കുമാറാകും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.